കർണാടകയിൽ മണ്ണിനടിയിൽ പെട്ടു എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയായ അർജുൻ എവിടെ? ദുരൂഹതകൾ പലതുമുണ്ട്. ഇന്നലെ വരെയും പറഞ്ഞുകൊണ്ടിരുന്നു മണ്ണിനടിയിലാണ് അർജുനെന്ന്. ഇന്നത് മാറി. ഇന്നത് പുഴയിലോട്ടായി. ഇതിലെന്താണ് സത്യം? ഇന്നലെ വരെ പറഞ്ഞു അർജുൻ മണ്ണിനടിയിലാണെന്ന്. ഇന്നായപ്പോൾ അത് പുഴയിലാണെന്ന് പറഞ്ഞു. ഇനി നാളെ എന്തെന്ന് പറയും? ആദ്യത്തെ 48 മണിക്കൂർ അവർ കാണിച്ച അങ്ങേയറ്റത്തെ അനാസ്ഥ. കോഴിക്കോടുള്ള ആ ഒരു വീട്ടിന്റെ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളുടെയും ഒരേ ഒരു വേദനയും ഒരേ ഒരു പ്രാർത്ഥനയും അർജുൻ തിരിച്ചു വരണം. അർജുൻ ഒരു സാധാരണക്കാരനായതുകൊണ്ടാണോ ഇങ്ങനെ? ഇതേ സമയം അതൊരു മന്ത്രിപുത്രനായിരുന്നെങ്കിലോ രക്ഷാപ്രവർത്തനം ഇങ്ങനെ ആയിരിക്കുമോ? ആ പാവം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കണ്ണീരോടെ കേരളത്തിലെ മൊത്തം ജനങ്ങളും അർജുൻ തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയോടെ കേരളം. 8ാം നാളത്തെ തിരച്ചിലും അവസാനിച്ചു. JCBയും ടിപ്പറും ഉപയോഗിച്ച് മണ്ണെടുത്തിട്ടും റഡാർ ഉപയോഗിച്ചിട്ട് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രശസ്തി വാനോളം ഉയർന്നിട്ടും ഇന്ത്യയുടെ ടെക്നോളജി വളർന്നിട്ടും 8ാം ദിവസമായിട്ടും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. 8ാം ദിവസത്തിലും തോരാത്ത കണ്ണീരിൽ ഒരു കുടുംബം. ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകാൻ സൈനികർക്ക് കഴിയുമോ? ഇതിപ്പോ നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിലോ? കർണാടക പോലീസ് എന്ത് കാരണത്താൽ മലയാളികളോട് തിരികെ പോകാൻ പറഞ്ഞു? സിഗ്നൽ ലഭിച്ചുവെന്ന് സൈനികർ പറയുന്നു. എന്നാൽ അവിടെയൊന്നും ലോറിയില്ല. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? നമ്മുടെ രാജ്യത്ത് പല ടെക്നോളജി വളർന്നു എന്നും പറയുന്നു. എന്നാൽ ജീവന്റെ തുടുപ്പ് കണ്ടെത്താനുള്ള ടെക്നോളജി എവിടെ? 8ാം ദിവസമായിട്ടും പിടയുന്നൊരു ജീവശ്വാസം. ഇതിനെന്ത് വിശദീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓണായി എന്നും ഓഫായി എന്നും പറയുന്നു. ലോറി ഇടയ്ക്ക് സ്റ്റാർട്ടായി എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് എന്ത് തെളിവിന്റെ പുറത്താണ് ലോറി പുഴയിലാണെന്ന് നിങ്ങൾ പറയുന്നത്? ഇതിന്റെ സത്യം എന്താണ്? ലോറി ഗംഗാവലി പുഴയിലാണോ അതോ അവിടെ നിന്ന് ഒലിച്ചുപോയോ എന്ന് കണ്ടെത്താനായില്ലേ? എന്തായാലും അർജുൻ ജീവനോടെ തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളം മുഴുവനും അർജുന് തിരികെ വരാനുള്ള കാത്തിരിപ്പിലാണ്. അവനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.